സ്നേഹമുള്ളവരെ, നമ്മളിന്ന് നോയമ്പുകാലം ആരംഭിക്കുമ്പോൾ നോയമ്പിൻ്റെ ചൈതന്യം എന്താണ്, നോയമ്പെടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ നോയമ്പ് എടുക്കണമോ എന്ന് ചോദിച്ചാൽ പലർക്കും അതിൻ്റെ ആവശ്യം എന്താ? നാം നന്നായിട്ട് ജീവിച്ചാൽ പോരെ, എന്തിന് ഈ ഉപവാസവും നോയമ്പും ഒക്കെ എടുക്കണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ട്. ശരിക്കും ഈ പറയുന്നവര് നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ലതാനും. അതുകൊണ്ടാ അവർക്ക് ഇങ്ങനെ ഒരു ഉത്തരം പറയാനായിട്ട് സാധിക്കുക. എന്നാൽ നന്നായിട്ട് ജീവിക്കുന്നവർക്കാകട്ടെ ഇനി നാം നന്നായിട്ട് ജീവിച്ചില്ലല്ലോ എന്നോർത്ത് അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വെറുതെ വാദത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരിയേറെ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് നോയമ്പ്? നോയമ്പിന്റെ സാരാംശം എന്താണ്? ആദ്യം അത് മനസ്സിലാക്കുക. നോയമ്പിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? നോയമ്പ് എന്ന് പറഞ്ഞാൽ ഇറച്ചി വേണ്ടെന്ന് വയ്ക്കുക, മീൻ വേണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ മുട്ട വേണ്ടെന്ന് വയ്ക്കുക എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറച്ചിയും മീനും മുട്ടയും വേണ്ടെന്ന് വയ്ക്കുക എന്നുള്ളതാണോ യഥാർത്ഥത്തിൽ നോയമ്പ് എന്ന് പറയുക? അല്ല പ്രിയപ്പെട്ടവരെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്നതെന്ന് അറിയാവോ? ഇതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തോട് ഒന്നായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ടത് നോയമ്പ് എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ ദൈവമായിട്ട് ഒന്നാകാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തോട് യോജിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തോട് ഒന്നായി കലരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. ഈ നോയമ്പ് കാലം മറ്റെല്ലാ കാലത്തിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, ഉത്തരവാദിത്വപൂർവ്വം പ്രവർത്തിക്കാനായിട്ട് വേണ്ട കരുത്തും ഊർജവും നൽകുന്ന കാലമാണ് ഈ കാലം. ഈ കാലത്തിൽ വേണം ഈ ശക്തിയൊക്കെ സംഭരിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ഈ നോയമ്പ്. മറ്റു കാലത്തൊക്കെ നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് ഒത്തിരിയേറെ തിന്നും കുടിച്ചൊക്കെ ജീവിക്കാം, കുഴപ്പമില്ല. പക്ഷേ അതിനു മുമ്പ് ഈ ഒരു 50 ദിവസം അല്ലെങ്കിൽ ഈ ഒരു 40 ദിവസം നമുക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ദൈവമായിട്ട് ഒന്നാകേണ്ടതുണ്ട്. ഇന്ന് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വിചിന്തനത്തിനായി തരുമ്പോൾ ഈശോയുടെ പരസ്യ ജീവിതത്തിന് മുമ്പ് ഈശോയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഈശോ ചെയ്ത പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത്. പരസ്യ ജീവിതത്തിന് മുമ്പ്, പ്രവർത്തിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതവും ഇതുപോലെ ഒരുങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്ന് നോയമ്പ് കാലം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഞായറാഴ്ചയായിട്ട് ദൈവം ഈ സഭാമാതാവ് നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്. നീ നിന്റെ ജീവിതത്തിലെ അടുത്തുള്ള കാലഘട്ടങ്ങളിൽ പ്രവർത്തിക്കേണ്ടതിന്റെ ഊർജവും ശക്തിയും കരുത്തും സംഭരിക്കേണ്ടത് ഈ നോയമ്പ് കാലത്തിലാണ്. ഈശോ മാമോദിസ സ്വീകരിച്ചു, എന്നിട്ട് നേരെ മരുഭൂമിയിലേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു, 40 ദിവസം ഉപവസിച്ചു. അവൻ ദൈവമായിട്ട് ഒന്നായി ചേർന്നു, ദൈവത്തിന്റെ വചനം ശ്രവിച്ചു. അങ്ങനെ അവൻ കർമ്മരംഗത്തിലേക്ക് പ്രവേശിച്ചു. നമ്മുടെ ജീവിതവും അടുത്തു വരുന്ന ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ജീവിക്കേണ്ടതിനുള്ള കരുത്ത് ആർജിക്കേണ്ട കാലമാണ്. ഇതുവരെ നമ്മൾ അങ്ങനെ ആർജിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ ഊർജം ചോർന്നു പോയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മടുത്ത്, ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നിയിട്ട് ഒക്കെ നമ്മൾ കടന്നു പോകുന്നതിന്റെ പിന്നാലെയുള്ള കാരണം എന്നാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ നോയമ്പ് കാലം ശരിക്കും അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ്. ചിലരൊക്കെ ഞാൻ മുട്ട ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ മീൻ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഇറച്ചി ഉപേക്ഷിച്ചു എന്നൊക്കെ ഉപേക്ഷകളുടെ ഒരു നിര ചിലപ്പോഴൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഉപേക്ഷയോടുകൂടി നോയമ്പ് പൂർണ്ണമായോ? ഇല്ല. ഉപേക്ഷയോടുകൂടി ഈ നോയമ്പ് പൂർണ്ണമാകുന്നില്ല. ദൈവമായിട്ട് ഞാൻ എന്നെ യോജിപ്പിച്ചില്ലെങ്കിൽ, ദൈവത്തിന്റെ സ്വരം ഞാൻ എപ്പോഴും കേൾക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനങ്ങൾ മാത്രം എൻ്റെ നാവിൽ നിന്ന് പുറത്തു വരുന്നില്ലെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ മുഴുവനും ദൈവത്തിന്റെ വചനം നിറഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ എൻ്റെ നോയമ്പ് പൂർണ്ണമായിട്ടില്ല. എൻ്റെ നോയമ്പ് പൂർണ്ണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ എൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്നത് പ്രത്യാശയുടെ വചനങ്ങളായിരിക്കും, പ്രതീക്ഷയുടെ വചനങ്ങളായിരിക്കും, സദ്വചനങ്ങളായിരിക്കും, ശാപവാക്കുകളല്ലായിരിക്കും. എന്നെ ശപിക്കുന്നവരെയും എന്നെ ദ്വേഷിക്കുന്നവരെയും എന്നെ വിഷമിപ്പിക്കുന്നവരെയും ഞാൻ നല്ല വാക്കുകളായിരിക്കും പറയുക. ഞാൻ കാണുന്ന കാഴ്ചകളിൽ നല്ലതായിരിക്കും ഞാൻ കാണുക, ഞാൻ കേൾക്കുന്നതിൽ നല്ലതായിരിക്കും ഞാൻ എടുക്കുക. അങ്ങനെ അല്ലാതെ ഞാൻ കടന്നു പോകുന്ന ഓരോ നോയമ്പും അത് യഥാർത്ഥ നോയമ്പല്ല. ഈശോ 40 ദിവസം ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചു, നോയമ്പ് അനുഷ്ഠിച്ച് അവൻ കടന്നുപോയി.
കാറി തുപ്പിയവരോട്, അല്ലെങ്കിൽ ചാട്ടയടി ഏൽപ്പിച്ചവരോട്, അവൻ ആണികളാൽ അവനെ മുറിവേൽപ്പിച്ചവരോട്, അവനെ കുരിശിൽ തറച്ചവരോട്, അവനെ കുറ്റം പറഞ്ഞവരോട്, അവനെ പഴിചാരിയവരോട്, അവനെ ചുംബിച്ചവരോട്, ഇവനെ അറിയില്ലെന്ന് പറഞ്ഞവരോട് അവൻ സ്നേഹത്തോടെ നോക്കി, സ്നേഹത്തോടെ പുഞ്ചിരിച്ചു, സ്നേഹിത എന്ന് വിളിച്ചു, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെയുള്ള ഒരു മനോഭാവം എന്നിൽ രൂപീകരിക്കുന്നതാണ് ഈ നോയമ്പ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ രൂപീകരിക്കേണ്ടതാണ് നോയമ്പ്. ചിലരൊക്കെ പറയുന്നത് നോയമ്പ് എടുക്കുന്നത് നല്ലതാ, എന്ത് തടിയൊക്കെ കുറയും, കുറച്ച് മാംസമൊക്കെ വന്ന് ശരിയാവും, കുറച്ചൊക്കെ ഫിറ്റാവും. ശരീരത്തെ ശരിയാക്കാനുള്ളതല്ല നോയമ്പ്, ആത്മാവിനെ രൂപീകരിക്കാനുള്ളതാണ് നോയമ്പ്. ഇസ്ലാമിസത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ കേട്ടു, അള്ളാഹു നോയമ്പ് തീർച്ചയായിട്ടും അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞ് കൽപ്പിച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അല്ലാഹുവിനെ ഭയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ നോയമ്പ് തന്നിരിക്കുന്നതെന്ന് ഒരു സഹോദരന്റെ പ്രസംഗം ഞാൻ ഇപ്രകാരം കേൾക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന നോയമ്പ് കർത്താവിനെ ഭയക്കാനല്ല, കർത്താവിനെ സ്നേഹിക്കാനാണ്. കർത്താവിന്റെ സ്നേഹത്താൽ നിന്നെ തന്നെ നീ നിറയ്ക്കാനായിട്ടാണ്. കർത്താവിന്റെ സ്നേഹത്താൽ നിറച്ച് മറ്റുള്ളവർക്ക് ആ സ്നേഹം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ നോയമ്പ് നോൽക്കുന്നതാ ഈശോ കാണിച്ചു തരുന്ന ഒരു മാതൃകയുണ്ട്, കർത്താവിന്റെ വചനം. യഥാർത്ഥത്തിൽ ഈ നോയമ്പ് നോൽക്കുന്നതോടെ നമ്മൾ കണ്ടെത്തുന്നത്, സ്വന്തമാക്കുന്നത് ദൈവത്തെ തന്നെയാണ്, ദൈവത്തിന്റെ വചനത്തെ തന്നെയാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ പിശാച് വന്നിട്ട് ഈശോയെ പരീക്ഷിക്കുന്ന രംഗത്തിൽ ആദ്യ പരീക്ഷണം അപ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അവന് വിശന്നു, കല്ലുകളോട് അപ്പമാകാൻ പറയേ, കല്ലുകളോട് അപ്പമാകാൻ പറയേ, എന്നിട്ട് അപ്പമാക്കി അതിനെ കഴിക്ക് എന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞ വചനം, മനുഷ്യന്റെ ജീവിതം നിലനിൽക്കുന്നത് അപ്പം കൊണ്ടല്ല, ദൈവത്തിന്റെ വചനം കൊണ്ടാണ്, ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അപ്പം ഭക്ഷിക്കാതെ അല്ലെങ്കിൽ ഭക്ഷിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഭക്ഷിക്കാതെ നമുക്ക് ജീവിതം കടന്നു പോകുമോ? മുന്നോട്ട് പോകുമോ? പോകും പ്രിയപ്പെട്ടവരെ. എത്ര കാലം പോകും പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം കാലം നമുക്ക് ഭക്ഷണമല്ലാതെ ജീവിക്കാൻ സാധിക്കും. അതിന് ഉത്തമ മാതൃകകൾ നമുക്ക് മുമ്പിൽ വിശുദ്ധരെ ഒത്തിരിയേറെ ഉയരുണ്ട്. വിശുദ്ധർ പോട്ടെ, നമ്മുടെ ജീവിതം തന്നെ എടുക്കാന്നേ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളോ വിഷമങ്ങളോ രോഗങ്ങളോ എന്തെങ്കിലും വന്ന് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയായി മേലാതെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷിക്കാൻ പറ്റാറുണ്ടോ? നമ്മൾ കഴിക്കാറുണ്ടോ? അല്ലെങ്കിൽ വെള്ളം തന്നെ ഇറക്കാറുണ്ടോ? വേണ്ട, എനിക്കിപ്പോൾ വിശക്കുന്നില്ല, എനിക്കിപ്പോൾ ദാഹിക്കുന്നില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? എന്തുകൊണ്ടാ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു വേദന ഉണ്ടാകുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്നു. നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല, മറിച്ച് അയാളെ പരിചരിച്ചാൽ മതി, അയാളെ ഒന്ന് കണ്ടാൽ മതി, അയാളുടെ കൂടെ ഇരുന്നാൽ മതി. അത് എനിക്കൊരു ഭക്ഷണമായി മാറുകയാണ്, അത് എൻ്റെ ദാഹം തീർക്കുന്ന മരുന്നായി മാറുകയാണ്. അയാളുടെ കൂടെ ഇരിക്കുന്ന ഒരവസ്ഥ. ദൈവത്തോട് കൂടെ ഇരുന്ന് നോക്കിയേ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് നോക്കിയേ, ദൈവത്തിൻ്റെ സ്വരം മാത്രം ശ്രവിച്ചു നോക്കിയേ, ഭക്ഷിക്കേണ്ട ആവശ്യം വരികയില്ല, പാനം ചെയ്യേണ്ട ആവശ്യം വരികയില്ല. അതാ ഈശോ പറഞ്ഞത്, മനുഷ്യൻ അപ്പത്തിനാലല്ല ജീവിക്കുന്നത്, മറിച്ച് കർത്താവിൻ്റെ വചനം ഓരോന്നുകൊണ്ടുമാണ് ജീവിക്കുന്നത്. നമ്മൾ സമ്പ്രദായക്കാരിയ സ്ത്രീയുടെ അടുത്ത് ഈശോ ആയിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് ഭക്ഷിക്കാൻ പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞത്, നിങ്ങൾക്കറിയാതെ ഒരു ഭക്ഷണമുണ്ട് എനിക്ക്. അതെന്ത് ഭക്ഷണമാണ്? ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുക എന്നുള്ളത്. ദാഹത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. സമ്പ്രദായക്കാരി സ്ത്രീയോട് തന്നെ പറയുകയാണ്, എന്നിൽ നിന്ന് സ്വീകരിക്കുന്ന പാനം നിനക്കൊരിക്കലും ഇനി ദാഹം തരികയില്ല. ആ പാനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെയാണ് അവൻ പറഞ്ഞത് എന്ന് അവിടെ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനമാകുന്ന അപ്പവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന ജലവും സ്വീകരിച്ച് ജീവിക്കുന്നവന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും നെട്ടോട്ടം ഓടി ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ നമ്മൾ എത്ര ഓടിയിട്ട് നമ്മുടെ ദാഹമാണെങ്കിൽ ക്ഷമിക്കുന്നുമില്ല, നമ്മുടെ വിശപ്പാണെങ്കിൽ മാറുന്നുമില്ല. ഇനിയും ഇനിയും വിശന്നുകൊണ്ടിരിക്കുക, ഇനിയും ദാഹിച്ചുകൊണ്ടിരിക്കുക. കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല, കിട്ടേണ്ടതിനെ അന്വേഷിച്ചിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ നോയമ്പ് കാലം ആ
സ്വന്തമാക്കേണ്ടതിനെ അന്വേഷിച്ച് പോകാനുള്ള സമയമാണ്. ഈ 50 ദിവസം അല്ലെങ്കിൽ 40 ദിവസമാണ് നമ്മൾ നോയമ്പെടുക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പൂർണ്ണമായിട്ട് ഈ ദിവസങ്ങളെ ദൈവത്തിനായിട്ട് കൊടുക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിന്റെ ബലിയോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കുക. അപ്രകാരം ദൈവവചനത്താൽ ഹൃദയത്തെ നിറച്ച്, ദൈവത്തിന്റെ ആത്മാവിനാൽ ഹൃദയത്തെ നിറച്ച്, ദൈവവചനവും ദൈവത്തിന്റെ ആത്മാവുമാകുന്ന ദാഹത്തിന്റെ ജലവും അപ്പവും ഭക്ഷിച്ച് സ്വന്തമാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക. അപ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം സ്വന്തമാക്കുവാൻ, ഈ ലോകത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.